നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി വിൽപ്പന സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടയിൽ ഈ ഭാരത് അരിക്ക് ലഭിച്ചിരിക്കുന്നത്. 29 രൂപയാണ് കിലോയ്ക്ക് വില. ഇതിന്റെ സംസ്ഥാന തല ഉദ്ഘാടനം തൃശ്ശൂരിൽ നടക്കുകയും ചെയ്തു. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ആണ് നിലവിൽ ഈ ഭാരത് അരിയുടെ വിതരണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. 5-10 കിലോഗ്രാം പാക്കറ്റുകളിലായിരിക്കും അരി വിൽക്കുന്നത്. അരിക്ക് പുറമെ മറ്റ് സാധനങ്ങൾ, കടലപ്പരിപ്പ് ഉൾപ്പെടെയുള്ളവ കേന്ദ്രം നേരിട്ട് തന്നെ വിൽക്കുന്നുണ്ട്. ഇതിന് കിലോയ്ക്ക് 60 രൂപ നിരക്കിൽ ജനങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ ഈ നീക്കം എന്നൊക്കെയാണ് ഇവിടുത്തെ ഇടതുപക്ഷം പറഞ്ഞു വരുത്തുന്നത്. പ്രത്യേകിച്ചും BJP ഏറ്റവും അധികം പ്രതീക്ഷ വെക്കുന്ന തൃശ്ശൂരും തിരുവനന്തപുരവും ഇങ്ങെടുക്കാനാണ് കേന്ദ്ര സർക്കാർ 29 രൂപ നിരക്കിൽ അരി തരുന്നത് എന്ന തരത്തിലുള്ള വാദങ്ങളും ചർച്ചകളും ഒക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അതൊരു വഴിക്ക് നടക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഭാരത് അരി നിലവിൽ ഓൺലൈനിൽ നമുക്ക് ലഭ്യമാകും. ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ ഇത് വീട്ടിൽ വരികയും ചെയ്യും. 5-10 കിലോഗ്രാം പാക്കറ്റിലുള്ള ഈ അരിക്ക് ഓൺലൈനായി തന്നെ പേയ്മെന്റ് അടയ്ക്കാനും സാധിക്കും. എന്തായാലും പുതിയ സംവിധാനത്തോടു കൂടി കൂടുതൽ ആളുകളിലേക്ക് ഈ ഭാരത് അരി എത്തുമെന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ തലമുറ മിക്കവാറും ഓൺലൈനിൽ തന്നെയായിരിക്കും എല്ലാ സാധനങ്ങളുടെയും പേയ്മെന്റും മറ്റും നടത്താറുള്ളത്. അങ്ങനെ ജനങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയ, ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ തന്നെ അവരിലേക്ക് സാധനങ്ങൾ എത്തിക്കുക എന്നതിന് ഒരു മികച്ച മുന്നേറ്റമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. ഇലക്ഷൻ മുന്നിൽ കണ്ടാണെങ്കിലും അല്ലെങ്കിലും ജനങ്ങൾക്ക് കൃത്യമായ പ്രയോജനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ വിലക്കയറ്റത്തിന്റെ കാലഘട്ടത്തിൽ കൃത്യമായ ഇടപെടൽ തന്നെയാണ് മോദിയുടെയും കൂട്ടരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഓൺലൈൻ സംവിധാനം കൂടി വന്നതോടെ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തുകയും ചെയ്യും. എന്തായാലും കേരളത്തിൽ ഈ ഭാരത് അരി ഹിറ്റായിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.